കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയുടെയും പയ്യന്റെയും ഫോട്ടോ കണ്ടതോടെ സുഭാഷ് ഓക്കെയായെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി അതിനെ എതിർക്കുകയാ. അങ്ങനെ സന്തോഷം തോന്നണമെങ്കിലേ തന്റെ അത്ര കാണാൻ കൊള്ളാത്ത ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് സുനന്ദയ്ക്കൊരു പണി കിട്ടിയെന്ന് വിചാരിക്കുന്നയാളാവണം സുഭാഷേട്ടൻ. അത് സുധീഷ് ചിലപ്പോൾ വിചാരിക്കും, സുഭാഷേട്ടൻ അങ്ങനെ ചിന്തിക്കില്ല എന്ന് നിധി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുഭാഷേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് സുധീഷും. സുനന്ദയ്ക്ക് ഇത്തിരി കൂടി നല്ലൊരാളെ കിട്ടിയാൽ നന്നായിരുന്നേനെന്നാ പറഞ്ഞത്. അവിടെയും ഉള്ളിലുള്ള സ്നേഹമാ പുറത്തു വന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെയുള്ള സന്തോഷമല്ല എന്ന് നിധി പറയുമ്പോൾ അത് എടതി പറഞ്ഞത് ശരിയാ. സുഭാഷേട്ടന്റെ ഉള്ളില് കുശുമ്പും ഗുനായ്മയൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനെ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു നിധി പറയുമ്പോൾ അത് കറക്റ്റ്. സുധീഷേട്ടൻ അങ്ങനെ തോന്നിയതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായെന്ന് ഹരീഷും. ആകെ ചമ്മലോടെ സുധീഷും പോട ദ്രോഹി, കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ആ ചെറുക്കന്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന എനിക്ക് തന്നെ ഇട്ട് നിങ്ങൾ ഈ പണി തരണം കേട്ടോ എന്നവൻ പറയുമ്പോൾ ഈ വക കാര്യങ്ങൾക്ക് മെനക്കെടുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് സുഭാഷേട്ടൻ ഒരു നല്ല ബന്ധം കണ്ടെത്താൻ ശ്രമിച്ചു, ഒരു നല്ല കൂട്ട് ആ മനുഷ്യനും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നിധി അവിടുന്ന് പോവുകയാ. എല്ലാം കേട്ട് ഉമ്മറത്തെ ചാരുകസേരയിൽ കിടക്കായിരുന്ന അവരുടെ അച്ഛനും എഴുന്നേറ്റ് തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോവുകയാ. അങ്ങനെ റോഡിലൂടെ സൈക്കിളിൽ പോകുമ്പോഴാണ് കുട്ടിയിൽ എതിരെ വന്ന ബ്രോക്കർ ഭാസ്കരനെ കണ്ട് സ്കൂട്ടി നിർത്തി ഇറങ്ങി. ഭാസ്കരേട്ടാ, കണ്ടത് നന്നായി, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുമായിരുന്നു. സത്യം എന്ന് പറയുമ്പോൾ എന്തിനാടോ കള്ളം പറയുന്നത്? കഴിഞ്ഞ 2 വർഷമായി താൻ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുക, എന്നിട്ട് എന്റെ മോനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞോ? വലിയ ബ്രോക്കർ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഭാസ്കരേട്ടാ, കാണിച്ചു തന്നില്ലെന്ന് മാത്രം പറയരുത്. എത്ര വീടുകളിൽ പോയി നമ്മൾ പെണ്ണ് കണ്ടു, ശരിയാവാത്തത് എന്റെ കുറ്റമാണോ? നിങ്ങളുടെ വീടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആളുകൾ പിന്മാറുന്നതിനെ ഞാൻ എന്തു ചെയ്യാൻ എന്നയാൾ ചോദിക്കുമ്പോൾ ഈ നാട്ടിലെ മറ്റു വീടുകൾക്കില്ലാത്ത എന്ത് കുറവാടോ ഭാസ്കറിന്റെ വീടിനുള്ളത് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാം, പക്ഷെ വരുന്നവർക്ക് കൂടി അത് തോന്നണ്ടേ? ഇപ്പൊ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയാൻ ഞാൻ സുഭാഷിനെ വിളിച്ചതാ, ഫോൺ എടുക്കുന്നില്ലെന്ന് ബ്രോക്കർ പറയുമ്പോൾ എങ്ങനെ എടുക്കുമെടോ? നിന്നിലുള്ള വിശ്വാസം പോയില്ലേ അവനെ? അവനിപ്പോ മാട്രിമോണിയിലാ പെണ്ണ് നോക്കുന്നതെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അതിലൂടെ ചിലപ്പോ പെണ്ണൊക്കെ കിട്ടും, പക്ഷേ ബ്രോക്കർ അരവിന്ദം കൊണ്ടുവരുന്ന പെണ്ണിനെ വിശ്വാസ്യത കൂടും. കുടുംബം, പാരന്റ്സ്, കുട്ടികൾ, ചുറ്റുപാട് എല്ലാം ഓക്കെയായ കേസുകളെ നമ്മളിൽ കാണും. പോയി ചതിക്കപ്പെടാനാണെങ്കിൽ ആയിക്കോ, പക്ഷേ പിന്നീട് എന്നെ കാണുമ്പോ അരവിന്ദോ താൻ മുഖേന തന്ന ബന്ധം മതിയായിരുന്നു എന്ന് പറയരുതെന്ന് ബ്രോക്കറും പറയുന്നു. താൻ വലിയ വായിട്ടലക്കാതെ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്താൻ നോക്ക് എന്ന് ഭാസ്കരൻ പറയുമ്പോ പെൺകുട്ടികളെ കിട്ടാതെ അല്ല ഭാസ്കരേട്ടാ, നിങ്ങളുടെ നാട്ടുകാരുടെ നാക്കാണ് പ്രശ്നം. ഏതെങ്കിലും വീട്ടുകാരന്വേഷിച്ച അപ്പോ അവന്മാർ ഓതിക്കൊടുക്കും, പെണ്ണ് വാഴാത്ത വീടാണ്, ആണുങ്ങൾ മാത്രമുള്ള വീടാണ് എന്നൊക്കെ എന്ന് ബ്രോക്കർ പറയേ. എന്നിട്ട് അവിടെ തങ്കം പോലൊരു കൊച്ചു ജീവിക്കുന്നില്ലേടോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അത് പ്രേമിച്ച് കിട്ടിയതല്ലേ, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലാന്നല്ലേ നാട്ടുകാർ പറയണതൊക്കെ ആര് കേൾക്കാൻ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ ആ കുട്ടി ഇത്രയും ദിവസം അവിടെ നിന്നിട്ടും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ, സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. താൻ പെൺവീട്ടുകാരോട് അത് ബോധ്യപ്പെടുത്തും. എന്നിട്ട് ഏത് നാട്ടുകാരാണ് ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതെന്ന് പറ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദേ, ഒരാഴ്ചത്തെ സമയം തരും, അതിനുള്ളിൽ താൻ നടക്കാൻ സാധ്യതയുള്ള ഒരാലോചനയുമായി വരണം, ഇല്ലെങ്കിൽ താൻ ഈ ബ്രോക്കർ പണി നിർത്തുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും എന്ന് ഭാസ്കരൻ ഭീഷണി സ്വരത്തിൽ പറയേ. അതെന്തിനാ എന്ന് ഭാസ്കരൻ ബ്രോക്കറുടെ ചെവിക്കടുത്തേക്ക് ചെന്ന് വണ്ടി ഓടിക്കാൻ പറ്റാതെ വീട്ടിലിരിപ്പായ പിന്നെ കാണാനും കാണിക്കാനുമൊക്കെ ബുദ്ധിമുട്ടല്ല അരവിന്ദ എന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചേ. അപ്പോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. അയാളത് സമ്മതിക്കുമ്പോഴേക്കും എന്നാ ശരി വിട്ടോ, പിന്നെ കുട്ടി നല്ലതായിരിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അയാളും തന്റെ വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. പിന്നീട് മുറ്റത്തൊരു ടേബിളിലിരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത്. സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുക. ചേട്ടാ, ബിരിയാണി സൂപ്പർ എന്ന് നികേഷ് പറയുമ്പോൾ അതെ സുഭാഷ് ഏട്ടാ, മസാലയൊക്കെ അസലായിട്ടുണ്ടെന്ന് നിധിയും. സുഭാഷ് ഏട്ടൻ എന്താ കഴിക്കാത്തെന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ ഇരിക്കാമെന്ന് സുഭാഷും. എന്ന് ഇരിക്കെ, ഞാൻ വിളമ്പി തരട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് സുഭാഷ് ഒരു പ്ലേറ്റിൽ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ എവിടെ നികേഷ് എന്ന് ചോദിക്കുന്നുണ്ട്. കയ്യിലെ കള്ള് തീർന്നു കാണും, വാങ്ങാൻ പോയതായിരിക്കുമെന്ന് നികേഷും. സുധീഷ് അപ്പോഴേക്കും സുഭാഷ് ഏട്ടാ, ഞാനിപ്പോഴേ പണ്ട് സുഭാഷ് ഏട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുക എന്ന് പറയുമ്പോൾ എന്ത് കാര്യമെന്ന് സുഭാഷും. ഞാൻ അന്ന് 9ാം ക്ലാസ്സിലോ മറ്റോ ആണ്, എപ്പോഴും എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിക്കുമായിരുന്നു. ഉടൻ തന്നെ ഒരു ദിവസം അവൾ സംസാരം അങ്ങ് നിർത്തി, പിന്നെ മറ്റൊരു പയ്യനുമായി കമ്പനിയായി. ഞാൻ സങ്കടത്തോടെ സുഭാഷ് ഏട്ടന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്ത് പറഞ്ഞു എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഓർമ്മയില്ലെന്ന് സുഭാഷ്. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, സുഭാഷ് ഏട്ടൻ അന്ന് പറഞ്ഞത് കല്ലിൽ കൊത്തിവെച്ച പോലെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും, അത് ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്ന് നിധിയെ നോക്കിക്കൊണ്ട് അവൻ പറയുകയാണ്. അതാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞത്, അണകെട്ടി വെള്ളമൊഴുകുന്നത് തടഞ്ഞാലും അണക്കെട്ട് തകർത്ത് അത് നമ്മളെ തേടി വരും. അത് നമ്മുടേതല്ല, അല്ലെങ്കിൽ എത്ര പോരാടിയാലും അത് നേടാനും പോകുന്നില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടോ സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാനോ എന്ന് സുഭാഷും. അതെ സുഭാഷ് ഏട്ടാ, അന്ന് സുഭാഷ് ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് ഇന്ന് ഞാൻ സുഭാഷ് ഏട്ടന് പറഞ്ഞു തരിക. അതുകൊണ്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിലൊന്നും സുഭാഷ് ഏട്ടൻ വിഷമിക്കണ്ട, സുഭാഷ് ഏട്ടനുള്ളത് സുഭാഷ് ഏട്ടന് തന്നെ കിട്ടും എന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ ഓക്കെ, പക്ഷെ 9ാം ക്ലാസ്സിൽ ഇങ്ങനൊരു ലവ് സ്റ്റോറി കുറച്ച് കടന്നുപോയില്ലേ, അതിന് സുഭാഷ് ഏട്ടൻ ഇങ്ങനൊരു മറുപടി പറഞ്ഞ നുണ അതിലും കടന്നുപോയി എന്ന് നികേഷ് പറയുമ്പോൾ നുണയൊന്നും അല്ലെന്ന് സുധീഷും. പച്ചക്കള്ളം തന്നെയാ,
അങ്ങനെ പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞു തരാം എന്ന് നികേഷ് പറയുമ്പോൾ എന്ത് കാരണമെന്ന് സുധീഷും. അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് സംസാരിക്കാതിരുന്നാലും സുധീഷ് ഏട്ടൻ സംസാരിക്കാതെ വിടില്ല എന്നുള്ളത് തന്നെ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും പൊട്ടിച്ചിരിക്കുക. ആകെ പെട്ടുപോയ സുധീഷും എടാ നിന്നെ എന്ന് പറയുമ്പോഴേക്കും അത് കലക്കി നികേഷേ. ആ ഒറ്റ കാര്യത്തിൽ സുധീഷ് ഏട്ടനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഹരീഷും. ഓഹോ എന്നാ പിന്നെ നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ എന്ത് കഥ എന്ന് ഹരീഷും. അത് ഞാൻ പറയാം അത്ര തന്നെ എന്ന് സുധീഷ് പറയുമ്പോൾ ഏയ് കഥയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹരീഷും തടയുന്നുണ്ട്. സുധീഷ് അത് മൈൻഡ് ചെയ്യാതെ അവിടെ അടിച്ചു വരാൻ വരുന്ന ഒരു അമ്മായി ഉണ്ടായിരുന്നു എന്ന് തുടങ്ങി സുധീഷ് ചിരിയോടെ ആ കഥ വിവരിക്കുമ്പോഴേക്കും അവന്റെ ചിരിയും സംസാരവുമെല്ലാം പ്രണയത്തോടെ നോക്കിയിരിപ്പാ നിധിയും. സംസാരത്തിനിടയിൽ അവളുടെ നോട്ടം ശ്രദ്ധയിൽപ്പെടുന്ന സുധീഷിനും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ ഹാളിൽ കിടന്നുറങ്ങുകയാണ് നികേഷും ഹരീഷും. അരികെ തന്നെ പായയിൽ മൊബൈൽ നോക്കി ഇരിപ്പാണ് സുധീഷ്. സുഭാഷ് അങ്ങോട്ട് വന്ന് അവന്റെ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് നീ ഈ പരിപാടി നിർത്താറായില്ലേ? ഈ പെൺപിള്ളേരുടെ ഫോട്ടോ നോക്കിയിരിക്കുന്ന പരിപാടിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എന്റെ പൊന്നു സുഭാഷ് ഏട്ടാ, ഈ പെൺകുട്ടികൾ ഫോട്ടോസും റീൽസും എല്ലാം ഇടുന്നതേ ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ആഹാ എന്നാൽ ഒരു കാര്യം ചെയ്യേ, കാര്യം നിധിയുടെ അടുത്ത് പോയിട്ട് പറ. അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അയ്യേ എന്ന് സുധീഷ് കളിയാക്കുമ്പോ ആ കുട്ടിയുടെ കൂടെ നിനക്ക് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? എനിക്കും നീ അവളോടൊപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. അപ്പൊ നീ മാത്രം എന്താടാ ഒട്ടും മാറാതെ എന്ന് സുഭാഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്റെ സുഭാഷ് ഏട്ടാ, നിങ്ങൾ ഇങ്ങനെ ഏതോ ശിലായുഗത്തിലെ മനുഷ്യനാവല്ലേ കേട്ടോ. റീൽസും ഫോട്ടോസും കണ്ടുന്ന് കരുതി സദാചാരം പോവുകയൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കണ്ട് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത്. നാളെ എണീറ്റ് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കും. എണ്ണം കുറവാണെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കില്ലേ? പാവമല്ലേ. ഇത് ചേട്ടാ നിങ്ങളൊരു സോഷ്യൽ സർവീസായി കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടനെ സോപ്പിട്ടുകൊണ്ട് അവൻ വീണ്ടും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് സുഭാഷ് ഏട്ടന്റെ മൊബൈലല്ലേ റിങ് ചെയ്യുന്നത്? രാത്രി 11 മണിക്ക് ആരാ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് എടാ ഇതാ പെണ്ണിന്റെ നമ്പറാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോ പെണ്ണോ ഏത് പെണ്ണെന്ന് സുധീഷും. എടാ നമ്മൾ ആ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടില്ലേ എന്ന് സുഭാഷ് പറയേ കോഫി ഷോപ്പിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം സുധീഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഓ ഗേൾ വിത്ത് ബെസ്റ്റി എടുത്ത് സംസാരിക്കുക എന്ന് സുധീഷ് ആവേശത്തോടെ പറയുമ്പോൾ എന്ത് സംസാരിക്കാനെന്ന് സുഭാഷും. എന്ത് സംസാരിക്കാനെന്നോ? രാത്രി 11 മണിക്ക് വന്ന കോളല്ലേ, എന്തെങ്കിലും ജോളിയായിട്ട് സംസാരിക്കാനാവും എന്ന് സുധീഷ് അർത്ഥം വെച്ച് പറയുമ്പോൾ എനിക്ക് സംസാരിക്കൊന്നും വേണ്ട എന്ന് സുഭാഷും. ഞാൻ വേണമെങ്കിൽ മാറിയിരിക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ എടാ ആ പെണ്ണ് സംസാരിക്കുന്നത് എനിക്ക് ദഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, വെറുതെ എന്തിനാന്ന് പറഞ്ഞ് മൊബൈലും നിലത്ത് വെച്ചിരിപ്പാണ് സുഭാഷും. എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും കോളും കട്ടാവുകയാ. ഭാഗ്യം കട്ടാ എന്ന് പറഞ്ഞ് സുഭാഷ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സുധീഷും ടെൻഷനോടെ ഇരിപ്പാ. നിനക്കെന്താടാ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതൊക്കെ രസല്ലേ സുഭാഷ് ഏട്ടാ, വെറുതെ കളഞ്ഞു നിങ്ങൾ വെറുതെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും വീണ്ടും മൊബൈൽ റിങ് ചെയ്യുക. വീണ്ടും വിളിക്കുന്നു. എടുക്ക് സുഭാഷ് ഏട്ടാ, എന്താ പറയുന്നതെന്ന് നോക്ക് എന്ന് സുധീഷ് നിർബന്ധിക്കുമ്പോൾ എടാ നമ്മളത് വേണ്ടെന്ന് വെച്ചതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ അതിനിപ്പോ സംസാരിക്കുന്നതിന് എന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ട ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്ന് സുഭാഷും. എന്നാ പിന്നെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സുധീഷും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. അവൻ ഹലോ പറയുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് അവളും ഹലോ പറയുകയാ. അതുകൾക്ക് വോയിസ് കൊള്ളാം കേട്ടോ എന്ന് സുധീഷ് സുഭാഷിനോടായി പറയുന്നുണ്ട്. ഹലോ പറഞ്ഞോളൂ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ സുഭാഷ് അല്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷാണ് സംസാരിക്കുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ നീ എന്തിനാടാ എന്റെ പേര് പറയുന്നതെന്ന് പറഞ്ഞ് സുഭാഷ് അവനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും താൻ സ്പീക്കറിൽ ഇടാമെന്ന് പറഞ്ഞ് അവൻ മൊബൈൽ സ്പീക്കറിൽ ഇടുകയാ. നേരത്തെ വിളിച്ചിരുന്നല്ലേ, കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയെന്ന് സുധീഷ് പറയുമ്പോൾ അയ്യോ ഡിസ്റ്റർബൻസ് ആയോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസോ? ഇയാൾക്ക് വേണമെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കേട്ടോ എന്നവൻ പറയുന്നത് കേൾക്കെ സുഭാഷും അവന്റെ കഴുത്തിനിട്ട് പിടിക്കുന്നുണ്ട്. അത് കേൾക്കെ ചിരിയോടെ പിന്നെന്താ എന്നവൾ ചോദിക്കുമ്പോൾ കഴിച്ചോ എന്ന് സുധീഷ്. കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചെന്ന് അവൾ പറയുമ്പോൾ ഓ ഫ്രൂട്ട്സ് ഡയറ്റ് ആണല്ലേ, അല്ലെങ്കിലും രാത്രിയിലെ ഹെവി ഫുഡ്സ് നല്ലതല്ല, ഫ്രൂട്ട്സ് പോലെ ലൈറ്റ് ആയിട്ടുള്ളതാ ബെസ്റ്റ്, സ്കിന്നിനും നല്ലതാണെന്ന് സുധീഷ് പറയേ. എടാ നിന്നെ ഞാനെന്ന് പറഞ്ഞ് സുഭാഷ് അവനെ തടയുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കാതെ പിന്നെ പറയാൻ മറന്നുപോയി, അന്ന് ഇയാളെ കണ്ടപ്പോ ഇയാളെ സ്കിന്നൊക്കെ നല്ല തിളക്കമുണ്ടായിരുന്നു കേട്ടോ എന്നവൻ പറയുന്നത് കേൾക്കെ സുഭാഷും തലയ്ക്ക് കൈയും കൊടുത്തിരിപ്പാ. അത് കേൾക്കെ അവളും സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞ് അന്ന് നിങ്ങളെ കാണാനും നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു പറയുന്നത് കേൾക്കെ സുധീഷും ചിരിയോടെ താങ്ക് യു പറയുന്നുണ്ട്. നിങ്ങളായിട്ട് എന്നെ വിളിക്കുമെന്നാ വിചാരിച്ചത്, പിന്നെ കരുതി ബിസി ആയിരിക്കുമെന്ന് എന്നവൾ പറയേ. ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു, പക്ഷേ ഇയാൾ വിചാരിച്ച അത്രയും ബിസി ആയിരുന്നില്ലെന്ന് സുധീഷും. ഇയാൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, അന്ന് കോഫി ഷോപ്പില് സൈലന്റ് ആയിരുന്നു, ഇപ്പൊ ഫോണിൽ അങ്ങനെയല്ല എന്നവൾ പറയുന്നത് കേൾക്കെ സുഭാഷും അവനെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും അവൻ തടഞ്ഞ് അത് എല്ലാത്തിനും ഒരു സമയമെടുക്കുമല്ലോ ഐശ്വര്യ എന്ന് സ്നേഹത്തോടെ പറയുമ്പോ നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടാലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. അതിനെന്താ കാണാലോ, പക്ഷേ കൂടെ ആ ബെസ്റ്റി ഉണ്ടാവോ എന്ന് സുധീഷ് ചോദിക്കേ. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് അവളും. അല്ല കല്യാണം കഴിഞ്ഞാലും അവൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാക്കണമല്ലോ എന്നവൻ ചോദിക്കേ. അവളും ആകെ വല്ലാതാവുന്നുണ്ട്. സുധീഷും ഹലോ കുട്ടി, ഞാൻ സുഭാഷ് ഒന്നുമല്ല,
സുഭാഷിന്റെ അനിയൻ സുധീഷ. എന്റെ ഭാര്യ നിധിയാണ് അന്ന് കുട്ടിയെ കോണ്ടാക്ട് ചെയ്ത് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തത്. അന്ന് നിങ്ങളെ ബെസ്റ്റിയൊക്കെ ആയിട്ട് എന്റെ ചേട്ടന്റെ മുന്നിൽ കിടന്ന് പെർഫോം ചെയ്ത് പോയില്ലേ? അന്നേ ഈ ബന്ധം വേണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചതാ. പിന്നെ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടൊരു നമ്പറാ. അതുകൊണ്ട് കുട്ടി ഈ ഫോൺ കട്ട് ചെയ്തിട്ട് ഇയാളുടെ ബെസ്റ്റിയെ വിളിക്കുക. എന്നിട്ട് വെളുപ്പാങ്കാലം വരെ ഇങ്ങനെ കുണുങ്ങി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് ഉറങ്ങാൻ നോക്ക് കേട്ടോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷ കോൾ കട്ട് ചെയ്യുകയാ. അവ മൊബൈൽ സുഭാഷ് ചേട്ടന്റെ കയ്യിലേക്ക് കൊടുത്ത് ഇതാ ഫോണ്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എടാ നീ ഇങ്ങനെയൊക്കെ ആ കുട്ടിയോട് എന്തിനാ എന്ന് സുഭാഷ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഏതായാലും ആ ബന്ധം വേണ്ടെന്ന് വെച്ചതല്ലേ, സംസാരിക്കാതിരുന്നപ്പോൾ വെറുതെ ആ കുട്ടിയെ വിഷമിപ്പിക്കൊന്നും വേണ്ടെന്ന് സുഭാഷ്. അയ്യോ, അങ്ങനെ എല്ലാവരോടും അയ്യോഭാവം തോന്നാനേ. എന്റെ പേര് സുഭാഷ് എന്നൊന്നുമല്ല, ഐ ആം സുധീഷ്. ഒരു പണി അവൾക്കിട്ട് കൊടുക്കണമെന്ന് അന്നേ വിചാരിച്ചിരുന്നതാ. ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒപ്പിച്ചു തന്നത്. സുഭാഷ് ഏട്ടൻ ആദ്യം ഞാൻ ആ കുട്ടിയോട് പഞ്ചാര അടിക്കാന്ന് വിചാരിച്ചതല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് നീ സംസാരിക്കുന്ന കേട്ടപ്പോ പിന്നെ ഞാൻ എന്ന് സുഭാഷോ. എന്റെ സുഭാഷ് ഏട്ടാ, നിർദോഷമായ ചില നുണകൾ പറയുന്നേ ഉള്ളൂ ഞാൻ. സുധീഷേ അത്ര മോശം ആൺകുട്ടിയൊന്നുമല്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന നികേഷും എഴുന്നേറ്റ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ബേബി ഷാള് ശരിയല്ലെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഡാ കിടന്നുറങ്ങിയേ എന്ന് സുഭാഷും വഴക്ക് പറയുന്നുണ്ട്. അവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൻ കിടക്കുമ്പോഴേക്കും സുഭാഷും സുധീഷും കിടക്കാൻ തുടങ്ങുകയാ. അവിടെ നിധിയുടെ വീട്ടിൽ ഓഫീസിലേക്ക് ഇറങ്ങുന്ന അരുൺ സാന്ദ്രയോട് യാത്ര പറയുകയാ. അച്ഛനും അമ്മയും ഒക്കെ എപ്പോ വരുമെന്ന് അരുൺ ചോദിക്കുമ്പോൾ വൈകിട്ടാവുമെന്ന് സാന്ദ്ര. ഞാൻ ഇറങ്ങട്ടെ എന്ന് അരുൺ പറയുമ്പോൾ ഉച്ചയ്ക്ക് വരുമെന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് അരുണും യാത്ര പറഞ്ഞിറങ്ങുകയാ. അരുൺ പോയതിന്റെ ആശ്വാസത്തിൽ സാന്ദ്ര അമ്മയുടെ റൂമിലേക്ക് കയറുമ്പോഴാണ് എന്തോ മറന്നു വെച്ച അരുൺ തിരികെ എത്തുമ്പോൾ അവൾ അങ്ങോട്ട് പോകുന്നത് കാണുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് സാന്ദ്ര നിധിയുടെ ആധാർ കാർഡ് എടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്കും മൊബൈൽ ഓഫ് ആവുന്നതാ. ഓഫ് ആവാൻ കണ്ട നേരം എന്ന് പറഞ്ഞവൾ അലമാര അടിച്ച് തിരിയുമ്പോഴേക്കും പെട്ടെന്ന് അരുണും അവിടെ നിന്ന് മാറുക. അവൾ റൂമിലേക്ക് ചെന്ന് മൊബൈൽ ചാർജറിലിട്ട് നിധിയുടെ ആധാർ കാർഡിലെ നമ്പർ ഒരു നോട്ട് പാഡ് എടുത്ത് എഴുതി വെക്കുകയാണ്. അവൾ അതെഴുതി തിരിച്ചു വെക്കുമ്പോഴേക്കും എന്താടിയെന്ന് ചോദിച്ച് അരുണും അങ്ങോട്ട് വരുന്നുണ്ട്. പരിഭ്രമത്തോടെ ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞവൻ അതുമെടുത്ത് റൂമിൽ നിന്ന് പോകുമ്പോഴേക്കും ഒളിച്ചു വെച്ച ആധാർ തിരികെ കൊണ്ടുവയ്ക്കാനായി പോവുകയാണ്. അവൾ പോകുമ്പോഴേക്കും അരുൺ തിരികെ റൂമിലേക്ക് വന്ന് അവൾ എഴുതി വെച്ച ആ ആധാർ നമ്പർ എടുത്ത് അതിലെ ഒരക്കം ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ സുധീഷിന്റെ വീട്ടിൽ നിധി റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടുവരുന്ന സുധീഷും നിധിയുടെ മനസ്സിൽ ഇടം പിടിച്ചു പറ്റാനായി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലെ വേസ്റ്റ് എല്ലാം അവിടെ വിതറിക്കൊണ്ട് കുറച്ച് വിയർത്തേക്കാമെന്ന് പറഞ്ഞ് ജഗ്ഗിലെ വെള്ളമെടുത്ത് മുഖത്തെല്ലാം തളിച്ച് ചൂലെടുത്ത് അടിച്ചു വാരാനായി തുടങ്ങുകയാ. നിധി അപ്പോഴും റൂമിലിരുന്ന് പഠിത്തം തന്നെയാ. അപ്പോഴാണ് സാന്ദ്ര തന്റെ മൊബൈലെടുത്ത് ആ എഴുതി വെച്ച നമ്പർ അയച്ചു കൊടുത്ത് അവൾക്കൊരു വോയിസ് മെസ്സേജ് ഇടുന്നത്. സാന്ദ്ര എഴുത്തിയുടെ മെസ്സേജ് വാട്സാപ്പിൽ വരുമ്പോഴേക്കും നിധി അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിധി, എനിക്ക് നിന്റെ ആധാർ കാർഡ് കിട്ടി, അതിന്റെ നമ്പർ ഞാൻ അയക്കുന്നുണ്ട്. അത് വെച്ച് നിനക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുമെങ്കിൽ എടുത്തേക്ക് കേട്ടോ എന്നുള്ള ആ വോയിസ് മെസ്സേജുകൾക്ക് നിധി സന്തോഷത്തോടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ ആധാർ കാർഡ് എടുത്ത സാന്ദ്രയെ അരുൺ ചോദ്യം ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.